ഞങ്ങളിന്ന് എടച്ചേരി ടൗണിൽ ഒരു കടയിൽ നിന്ന് അത്യാവശ്യം വലിപ്പമുള്ളൊരു വള കിട്ടിയേട്ടാ. ഈ കയ്യിൽ ഇപ്പുറത്തെ കൈ കണ്ട ഇതിൽ കഷ്ടപ്പെട്ട് എങ്ങനെയല്ലോ ഞാൻ സോപ്പിട്ട് കയറ്റിയേട്ടാ. അപ്പോൾ ഇപ്പുറത്തെ കയ്യിൽ അടിപൊളിയാക്കി. ഉണ്ടോ? സൂപ്പർ സൈഡ്, സൂപ്പർ സൂപ്പർ. വാവ്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മച്ചാനെ, നമ്മളെ ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇത്തൂടെ ഉണ്ട് എന്താ സംഭവം എന്നറിയാം. ഇന്നലെ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ നമ്മളെ മിന്നി കളിക്കുന്ന ലൈറ്റ് എടുത്ത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഇന്നലെ എടുക്കാൻ പറ്റില്ല കേട്ടാ. കാരണം എന്താണെന്നറിയാം, ഇവര് നമ്മളെ കേരളോത്സവത്തിൽ എടച്ചേരി വെച്ചിട്ട് നടന്ന കേരളോത്സവത്തിന്റെ ഭാഗമായിട്ട് മറ്റേ നമ്മൾ സ്പോർട്സിന്റെ വീഡിയോ എല്ലാം കണ്ടില്ലേ. അപ്പൊ അത് കഴിഞ്ഞ് കലാമത്സരത്തിൽ ഇവര് തിരുവാതിര അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ തിരുവാതിര അവതരിപ്പിച്ചിട്ട് ഫസ്റ്റ് കിട്ടി കേട്ടാ അല്ലേ? അപ്പൊ ഇന്ന് ആ മത്സരം കൊണ്ട് ഇവരെ എടച്ചേരി അവതരിപ്പിച്ച തിരുവാതിര നേരെ ഇന്ന് ബ്ലോക്ക് പോയിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാത്രി പ്രാക്ടീസ് ഉണ്ടായിരുന്നെ. അപ്പൊ പ്രാക്ടീസ് ഉണ്ടായ സമയത്ത് ധ്യാനൂസിനെ നോക്കേണ്ട ഡ്യൂട്ടി എനിക്ക് കിട്ടിയിട്ടാ. അപ്പൊ എനിക്ക് കിട്ടിയോണ്ട് ഞാൻ ധ്യാനൂസിനെ കൊണ്ട് ഇവള് പ്രാക്ടീസിന് പോയി, ഞാൻ ധ്യാനൂസിനെ കൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് കറങ്ങാനായിട്ട് ഇങ്ങനെ പോയി. കാരണം അവന് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഓട്ടവും ചാട്ടവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് അങ്ങ് പോയി. പിന്നെ വീട്ടിലാണെങ്കിൽ അമ്മയുമില്ല അച്ഛനുമില്ല. കാരണം അച്ഛൻ്റെ കണ്ണിന് ഒരു തിമിരത്തിന്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ നമ്മളെ മാഹി ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നേ ഓപ്പറേഷൻ. അപ്പൊ ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അച്ഛനും അമ്മയും താഴത്തുണ്ട്. അതുകൊണ്ട് ഇന്നലെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെന്താക്കി, ഇന്നലെ നേരെ ഇവള് ഡാൻസിനും പോയി, ഞാൻ എവിടെയും പോയി, ഡാൻസിനും കൂടി കറങ്ങാനും പോയി. അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് പിന്നെ ആ വീഡിയോ എടുക്കാൻ അങ്ങ് മറന്നു കേട്ടാ. അതായത് നമ്മൾ ലൈറ്റ് കത്തുന്ന കാര്യങ്ങളൊക്കെ എടുക്കാൻ അങ്ങ് മറന്നു പോയിട്ടാ. അപ്പോൾ ഇന്ന് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ, ഇന്ന് രാത്രി നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. കാരണം എടുക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറയുന്നത് കാരണം ചില സമയത്ത് നമ്മൾ ഇത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ വീഡിയോ ഇപ്പോൾ വരുന്ന 7:30 മണിയാകുമ്പോൾ കേട്ടോ. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ആ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ആ വീഡിയോ ഉൾപ്പെടുത്താനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. എങ്കിലും മാക്സിമം നമ്മൾ നോക്കൂ. കാരണം ഇന്ന് ആണെങ്കിൽ ഇവര് എത്ര മണിക്കാണ് നിങ്ങൾ പോകുന്നത്? എത്ര മണിക്കാ പരിപാടി? അപ്പൊ ഇവര് 4 മണിക്ക് മേക്കപ്പ് ഇടാൻ അങ്ങ് പോകും. പിന്നെ അത് മാത്രമല്ല, എന്റെ ഒരു സുഹൃത്തിന്റെ മോളെ കല്യാണം കേട്ടാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്താക്കണം, അങ്ങോട്ടും പോകണം. ധ്യാനസിനെ കൊണ്ട് ഞാൻ ഇന്നും ഇന്നത്തെ ഡ്യൂട്ടിയും ധ്യാനസിനെ നോക്കല എനിക്ക് തന്നെ കേട്ടാ. അവനെയും കൊണ്ട് ഇന്നും എന്താക്കണ്ട, ഒരു ശിവാച്ചി നമ്മൾ വീഡിയോ എടുക്കുന്ന ഏറ്റവും ഇങ്ങനെ നോക്കുന്ന ആരും ഇങ്ങനെ നടന്നു ഓടുന്ന ശിവാച്ചി. ശിവാച്ചി അയ്യോ ഞാനില്ലേ ഓടുന്നു. നിങ്ങളെ കണ്ടിട്ടില്ല, അങ്ങ് പോയി ശിവാച്ചി ഓടിക്കളഞ്ഞു. അപ്പോ ധ്യാനസിനെ നോക്കുന്ന ഡ്യൂട്ടി ഇന്ന് വീണ്ടും എനക്കാട്ടാ. അപ്പൊ ധ്യാനസിനെ കൊണ്ട് ഇന്ന് കല്യാണത്തിന് പോകണം. പിന്നെ അങ്ങനെയുള്ള പരിപാടി കേട്ടാ. അപ്പൊ ഇവല് നിങ്ങളെങ്ങനെയാ പോകാൻ തീരുമാനിച്ചാ? ജീപ്പ് ഏൽപ്പിക്കുന്നുള്ള പറഞ്ഞല്ലോ, ജീപ്പിനാട്ടാ ഇവല് പോകുന്നത്. ഞാനിന്ന് ഇവരെ കൊണ്ടാക്കാൻ പോലെ, ഇല്ലെങ്കിൽ കൊണ്ടാക്കുന്ന ഡ്യൂട്ടി എനക്കേനു. പക്ഷെ എനിക്ക് ഇന്ന് കല്യാണത്തിന് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞാ ഞാൻ ഇന്ന് കല്യാണത്തിന് പോകുന്നതുകൊണ്ട് ഞാൻ ഉണ്ടാവില്ല, നിങ്ങൾ വിട്ടോന്ന് പറഞ്ഞിട്ട് ഇവര് ജീപ്പ് ഏൽപ്പിച്ചേട്ടാ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കയ്യിൽ മൈലാഞ്ചി ഇടുന്നുണ്ടേ. കൈക്ക് തിരുവാതിര കളിക്കാനായിട്ട് മൈലാഞ്ചി ഇടുന്നു കേട്ടാ. കേട്ടാ ഇവരെ നമ്മളെ പഞ്ചായത്തിന് കളിച്ച തിരുവാതിരന്റെ വീഡിയോ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ജസ്റ്റ് നമ്മളിവിടെ കുറച്ച് നേരം ആ വീഡിയോ ഒന്ന് കാണിക്കട്ടെ. എന്താണ് പരിപാടി എന്നുള്ള, ഏതാണ് തിരുവാതിര എന്നുള്ള അത് ജസ്റ്റ് ഒന്ന് കാണിക്കട്ടാ. നടക്കും
ഹരികത്തു വാഴും ഗണപതി ഞാനിതാ ശ്രീപാദം കുമ്പിടുന്നേ സരസ്വതി പരിപാലി പരാൽപരൂപിണി മഞ്ജുള ഭാഷിണി വിരമണി ആശാങ്കുശവരനാദയവാരിണി പവനി ഭോജിനി പാണി കല്യാണി സരസ്വതി പരിപാലി പരാൽപരൂപിണി മഞ്ജുള ഭാഷിണി വിരമണി. എങ്ങനെയുണ്ട് തിരുവാതിര സൂപ്പർ അല്ലേ? അപ്പോൾ തിരുവാതിര നിങ്ങൾ കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചെന്നാൽ വണ്ടി ഒന്ന് കഴുകാന്ന് വെച്ചാൽ വണ്ടി കഴുകാൻ ഒരു താഴത്ത് വന്നപ്പോൾ ജിത്തി പറഞ്ഞ് ഇന്നത്തെ പ്രാക്ടീസിന് ഇന്നത്തെ പരിപാടിക്ക് ഈ വള ഇടണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവക്ക് വളയോ അല്ലെങ്കിൽ ചെരുപ്പോ വാങ്ങാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫാൻസിയിൽ പോയാൽ നമുക്ക് സാധനം കിട്ടൂല. കാരണം എന്താ, വലിപ്പം അധികം. ഞങ്ങളിന്ന് എടച്ചേരി ടൗണിൽ ഒരു കടയിൽ നിന്ന് അത്യാവശ്യം വലിപ്പമുള്ളൊരു വള കിട്ടിയേട്ടാ. ഈ കയ്യിൽ ഇപ്പുറത്തെ കൈ കണ്ട, ഇതിൽ കഷ്ടപ്പെട്ട് എങ്ങനെയല്ലോ ഞാൻ സോപ്പിട്ട് കയറ്റിയേട്ടാ. അപ്പോൾ ഇപ്പുറത്തെ കയ്യിലേക്ക് ഞാൻ കാറ്റെന്ന് പറഞ്ഞിട്ട് കവർ പുതിയ ബുദ്ധിയുണ്ട്, കവറിട്ട് കയറ്റാന്ന് പറഞ്ഞിട്ട് കവറെടുത്ത് താഴത്തെ കവറെടുക്കാൻ പോയത് കേട്ടാ. അപ്പോൾ കവറെടുത്ത് വന്ന് അങ്ങനെ ഒന്നല്ല ഇടുക, എന്നൊക്കെ എന്താ വേറൊക്കെ എന്താ ട്രിക്കുണ്ട്. ഇത് ഇത് മച്ചാ നമ്മളെ ബുള്ളറ്റ് കഴുകി ഫുള്ള് സൂപ്പറാക്കി കേട്ടോ, ഫുൾ അടിപൊളിയാക്കി. എന്താ സൂപ്പർ സൈഡ്, സൂപ്പർ സൂപ്പർ വാവ്. അപ്പോൾ മേലെ ജിത്തിയെ പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ധ്യാനൂസും ഞാനും കൂടി കല്യാണത്തിന് പോകാനായിട്ട് ഞങ്ങളും ഒരുങ്ങാൻ നോക്കുന്നു കേട്ടോ. അപ്പോൾ വള കാര്യങ്ങളൊക്കെ കയറ്റി കേട്ടാ. ഒരു വിധത്തിൽ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഈ ഒരു സഞ്ചി ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെ കൈക്ക് ഇട്ട് നമ്മൾ കയറ്റി കേട്ടാ. ഇനി നമുക്കെന്തേക്കാ ജിത്തിയെ കുളിച്ച് അവളെ പരിപാടിയുള്ള സ്ഥലത്തേക്ക് വിടാം. നമുക്കിനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുളിച്ച് കല്യാണ വീട്ടിലേക്ക് പോകണം കേട്ടാ. അപ്പോൾ ഗായ്സ് നമ്മൾ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ധ്യാനൂസ് ഉറക്കം എണീറ്റ് അവൻ്റെയും കുളി കഴിഞ്ഞ് അവൻ്റെ തല കുളിച്ചിട്ടല്ല, ശരീരം ദേഹം മാത്രമേ കുളിച്ചിട്ടുള്ളൂ. അവൻ്റെ കവക്കെട്ടായോണ്ട് പിന്നെ തല കുളിച്ചിട്ടില്ല അല്ലേ? തല കുളിച്ചിട്ടില്ല. തലൊന്നും കുളിക്കാൻ പറ്റില്ല ഇപ്പൊ. പാപ്പനെ മുടി പോക്കല്ലേ കണ്ട, മുടി പോക്കി ഗൈസ്. പിന്നെ അവൻ്റെ അടുത്ത് കുരുത്തൊക്കെ ഉണ്ട് കേട്ടാ അവൻ്റെ അടുത്ത്. അപ്പോൾ നമ്മള് വീഡിയോ അതിൻ്റെ പിന്നെ കേട്ടോ. കാരണം ഇന്നും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ പറ്റിച്ചു. കാരണം നമ്മൾ ഇന്ന് നമ്മൾ പുൽക്കൂടിന്റെ എന്താക്കിയില്ല, ലൈറ്റ് കത്തുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടാ. അപ്പൊ ഇന്ന് രാത്രി എന്തായാലും നമ്മൾ എടുത്തിട്ട് നാളത്തെ വിശേഷത്തില് എന്തായാലും നമ്മൾ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. എടുത്തത് അത് ശരി, അതാണ് കേസ് പറ്റിയ. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നാളത്തെ വിശേഷം നാളെ കാണാം. അപ്പൊ അതുവരെയൊക്കെ എല്ലാവർക്കും സ്വാഗതമാണ് പറയാ. വൈൻഡപ്പ് ഇല്ലേ, എന്താ പറയണ്ടേ? ബൈ ബൈ അല്ലേ പറയണ്ടേ? അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ലല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അത് മറക്കരുതേ. മറക്കരുത്. അപ്പൊ വീഡിയോ കമന്റ് ലൈക്ക് ചെയ്യണ്ട, കമന്റ് ലൈക്കും സ്റ്റാറും കൊടുത്തേക്ക്. അപ്പൊ നാളെ മറ്റേ വിശേഷമായിട്ട് കാണുന്നതൊക്കെ പുൽക്കൂട് ഇഷ്ടപ്പെട്ട അവരൊന്ന് കമന്റ് ചെയ്തോ. അതന്നെ, പുൽക്കൂട് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടാ. അപ്പൊ നാളെ മറ്റൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.